അപ്പോൾ കോളേജിൽ വെച്ച് തല്ലാൻ അഡ്മിഷനും മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു. നീ ആള് കൊള്ളാമല്ലോ. ഇപ്പം എന്തേ തല്ലണ്ടേ? തല്ലടാ. പേടിച്ചു പോയോ? തല്ല്. ഇത്രേ ഉള്ളൂ. എന്നിട്ടാണോ നുള്ളാനുമ്പിച്ചാൻ ഇത്രയും നാൾ എൻ്റെ പുറകെ നടന്നത്? 2 ദിവസം, 2 ദിവസം കിട്ടാനുള്ള കടലാസും പുല്ലും എല്ലാം മേടിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങിക്കോളണം. ഫ്രഷേഴ്സ് ഡേ അന്ന് നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട പട. ചേട്ടോ, ചേട്ടനെ ഞാൻ തല്ലാൻ വന്നത് ഈ കോളേജിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ, അല്ലാതെ ഇവന്മാരുടെ മുമ്പിൽ വെച്ചല്ല. അപ്പനെ അധികം വൈപ്പിക്കണ്ട, ഫ്രഷേഴ്സിലേക്ക് തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ആര് കടലാസ് മേടിക്കണം. നീ വാ. Line of the jungle, so you know I'm a king. Stacking all this paper, cause you know I'm about the green. Running through the streets with my TDB team. Running this thing like kids turn king. Remember when we had to put in work for the dream? Now we sitting here like our name is Hakeem. Lines in the booth, having empire dreams. We never would've made it if we let them kill our dreams. ബാലു എന്തി? അവനിവിടെ സുഖമാണ് അങ്കിൾ. ഒരു ആർമി ഓപ്പറേഷനിൽ കാശ്മീരിലായിരുന്നു. ബോഡി ഇവിടെ എത്തിയപ്പോഴാ എല്ലാവരും അറിഞ്ഞ്. ഞാൻ പോരാ. നിന്നോട് മര്യാദയ്ക്കാൻ പറഞ്ഞല്ലോ നായിന്റെ മോനെ. എന്താ കഴിച്ചു പിടിക്കണോ? എന്താണോ നോക്കി പഠിക്കുന്നത്? ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. പോവാം. ശരി. നീ കാരണം എത്ര ബെഡ് മാച്ചുകൾ ജയിച്ചിട്ടുണ്ടോ നമ്മൾ. ഇതുവരെ നിനക്കൊന്നും തരാൻ പറ്റിയിട്ടില്ല.
എനിക്ക് അച്ഛനൊന്നാണ്. As we speak, we have breaking news coming in. A propaganda audio tape doing rounds in the media is now confirmed to be true. The authenticity of the audio tape was confirmed by the army this evening. The voice in the tape, believed to be that of now dreaded terrorist Jafar, goes on to narrate how he brutalized Colonel Sukumaran Nair while in captivity. It now confirms our worst fears. Viewer discretion is advised as graphical narration can be quite disturbing. The terrorist Jafar claims that both the hands of the officer were chopped off from his shoulders first, after which molten iron was poured into both the ears. Even his genitals were cut off brutally, as the claim goes. സാരമില്ല മോളെ. ഞാൻ എന്ത് തെറ്റെയ്തിട്ടാ? വിജു, ദേ സാർ. Hello, beta. It's my honor to meet Colonel Sukumaran's son. Though under unfortunate circumstances, but be strong. Sir? This Jafar, will you punish him? Beta, I know what you are going through. पर मैं तुम्हें बता दूं कि तुम्हें इन बातों में उलझना नहीं चाहिए. थोड़ा अपनी सोच में बदलाव लाओ. Sir, I don't want to stay here. Please help me. एक बार जरा घूमने आ जाना. यूनिट में अपने पापा का वर्क प्लेस, उसका लिविंग क्वार्टर, उसका ऑफिस एक बार जरूर देख लेना. यू विल लव इट एंड आई एम देयर फॉर यू. ओके बेटा? बेटा, एक चीज बताओ. मैंने सुना है कि तुमने इस कॉलेज में इसलिए दाखिला लिया है क्योंकि तुम किसी को मारना चाहते हो. इतना डिटर्मिनेशन, नॉट बैड. But in my opinion, motivated people like you should not waste energy and time on these silly things. There are greater and bigger purposes in life for you. You are meant for big things. And that's what I believe in. Okay? You will do it. God bless you. റോക്കോ നിന്നോട് ഇവിടെ കണ്ടുവരുന്നു പറഞ്ഞല്ലോ.
എണീക്കടാ. എടാ, എണീക്ക്. നമ്മളെന്തിനാണ് തല്ലോടുന്നത്? നമ്മൾ തമ്മിൽ എന്ത് പ്രശ്ന? ഒരു പ്രശ്നമില്ല ഏട്ടാ, ഞങ്ങളെ പറഞ്ഞോട്ട് ദേ അവരാ. വിച്ചു എന്തു പറ്റി? വിച്ചു നീ എന്തു നോക്കുന്നേ? വിച്ചു ആ ആൻറ്റി വിച്ചു നിന്റെ ബാഗിൽ എന്തുവാ? എടാ നിന്നോട് ചോദിച്ചാൽ നിന്റെ ബാഗിൽ എന്താ? അമ്മയോട് നീ ഒന്നും പറയണ്ട. ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിവിടും. പകരം വിട്ടാൻ കത്തുക. അമ്മ വീട്ടിലോട്ട് വരാത്ത എന്താ? അതല്ലേ അമ്മ ഇങ്ങോട്ട് വന്നത്. ചില ദുശീലങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇതൊന്നും വരാതിരിക്കാനല്ലേ അമ്മ ഇങ്ങനെ പുറകെ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോരെ. നിനക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
നിനക്കിതാരാ തന്നേ? അടിച്ചു പറത്തി. ഇതിൽ ബോളേത് സൂര്യൻ ഇത്. നിനക്കറിയാലോ ഇത് എന്തിനാന്ന്? ഓഫ് സൈഡ് ആയിരുന്ന. ഇപ്പൊ പറഞ്ഞേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ചീത്താക്കല്ലെന്ന്. അവന്റെ അമ്മൂമ്മയുടെ ഓഫ് സൈഡ് കുറ്റടാ പട്ടി. ഗോള്.